3, എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. എല്ലാം തീർത്തിട്ട് ഹജ്ജിന് പോകാൻ പറഞ്ഞ ദുന്യാവിലേ നടക്കൂല. നമ്മളൊക്കെ സാമ്പത്തികമായി വിനിമയം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാ കാലത്തും സാമ്പത്തികമായ ഇടപാടുണ്ടാവും. അത് ഇപ്പൊ വീട്ടേണ്ടതുണ്ടെങ്കിൽ വീട്ടുക, അല്ല അടുത്ത കൊല്ലം വീട്ടിയാൽ മതി, അത് പിന്നെ അതിന്റെ സമയത്ത് വീട്ടുക. എന്തായാലും നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് നമ്മുടെ വീട്ടിലെ ഉത്തരവാദിത്തമുള്ള ഒരാളെ ഏൽപ്പിക്കാം. ഭാര്യ, ഭർത്താവ്, ജ്യേഷ്ഠൻ, അനുജൻ, ബാപ്പ, വല്ലിപ്പ, മക്കള്, ആരെങ്കിലും. നാളെ നമുക്കെന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ എന്താണ്, കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതും അറിയാതെ നമ്മുടെ കുടുംബങ്ങൾ പ്രയാസപ്പെടരുത്. ഇപ്പോഴത്തെ വലിയൊരു പ്രയാസം തരങ്ങള് മയ്യത്തുസ്കാക്ക് ഉസ്താദ് ചോദിക്കും, കട ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും മക്കളോ മരുക്കളോ വരെ ഞാൻ ഏറ്റുപറയും. അത് വലിയ ദമ്മാണല്ലോ, ഞാൻ ഏറ്റുപറയും. പക്ഷെ ഓനെ പിന്നെ കാണൂല. ആൾക്കാർ വന്ന് കാണാൻ ആരപ്പ ഏറ്റാള്, അത് മുപ്പര വലിയ മരുവനാണ്. ആ വലിയ മോൻ എവിടെയുള്ളത്? ഒമ്പടൊക്കെ ഉണ്ടായി, ഇപ്പൊ കാണാനല്ല. പിന്നെ ചോദിച്ചാൽ ആളുണ്ടാവില്ല അല്ലേ? അപ്പം ഈ കടബാധ്യതകളൊക്കെ, അത് വലിയ കട എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതി അല്ലേ അല്ലേ? യുദ്ധത്തിൽ രക്തസാക്ഷിയാവുന്ന ആൾക്ക് എല്ലാ പാപങ്ങളും അള്ള പുറത്തു കൊടുക്കുന്ന, ഏതൊഴികെ കടം. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നാലേ നമ്മുടെ നാട്ടിൽ ഇപ്പം മയ്യത്ത് കൊണ്ടുവന്ന കുറെ സൂറത്ത് ഓതുക, കുറെ ഭയങ്കര പ്രസംഗം. ചില സ്ഥലത്തൊക്കെ മയ്യത്ത് വെച്ചാൽ അവസാനത്തെ ആൾ ഒന്നുണ്ടാക്കി വരുന്നവരെ പ്രസംഗം, മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, മരണാനന്തര ജീവി. അപ്പൊ ആൾക്കാരെന്താ പറയാറോ, ഇതൊരു നല്ല സമയമാണ് മയ്യത്തിന്റെ മുമ്പിൽ നിൽക്കും, അത് പറഞ്ഞാൽ യേശു. അങ്ങനെ നല്ല സമയമാണെങ്കിൽ റസൂൽ പ്രസംഗിക്കൂലേ? പ്രവാചകൻ ഏതെങ്കിലും മയ്യത്തിന്റെ മുമ്പിൽ വെച്ച് മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പ് ഒരു 1.5 മിനിറ്റ് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടുക്കണോ? ഒരു കാര്യം നല്ലതാണോ ചീത്തയാണോ തീരുമാനിക്കൽ പ്രവാചകന്റെ ജീവിതചര്യകൾ മുമ്പിൽ വെച്ചുകൊണ്ടല്ലേ? പ്രവാചകന്റെ മുമ്പിൽ ഒരു മയ്യത്ത് വന്നാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ആകെ എന്താ ചോദിക്കുക? നിങ്ങൾ ഇയാൾക്ക് കടണ്ടോന്നാ ചോദിക്കുക. കടണ്ടോന്ന്? ആ കടണ്ട്. വീട്ടാനുള്ള സ്വത്തുണ്ടോ? സ്വത്തുണ്ട്. എന്നാ പിന്നെ ആ കടം വീട്ടണം കേട്ടോ. റസൂൽ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കും. രണ്ടാമത്തെ ചോദ്യം, കടണ്ടോ? ഉണ്ട്. വീട്ടാൻ സ്വത്തുണ്ടോ? സ്വത്തില്ല. ഈ കടം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആ ഞാൻ ഏറ്റെടുത്ത്. റസൂൽ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു. മൂന്നാമത്തേത്, മയ്യത്ത് കൊണ്ടുവന്നു, കടണ്ടോ? കടണ്ട്. ഏറ്റെടുക്കാൻ ആളുണ്ടോ? ഇല്ല. സ്വത്തുണ്ടോ? ഇല്ല. റസൂൽ പറഞ്ഞു, എന്നാലേ ഞാൻ നിസ്കരിക്കൂല, നിങ്ങൾ നിസ്കരിച്ചോടി എന്ന് പറഞ്ഞു. വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട പെണ്ണിനു വേണ്ടി റസൂലുമായി ഇമാമെന്ന് നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ കടമുള്ള ആൾക്ക് വേണ്ടി നിസ്കരിച്ചില്ല. കടം ഭയങ്കര ഗൗരവ. കിട്ടാണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാം പാടെ വാങ്ങി കൂട്ടണ്ട. വീട്ടാൻ കഴിയുന്നത് മാത്രം വാങ്ങുക. എന്തായിക്കോട്ടെ, കടബാധ്യതകൾ എഴുതി വെക്കുക. അത് നമ്മളെ കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുക. ഇത്ര കൊടുക്കാണ്ട്, ഇത്ര കിട്ടാണ്ട്.